ഇന്ന് നമ്മളൊരു സ്കിൻ കെയർ വീഡിയോ ആയിട്ട് വന്നിരിക്കുന്നത് കേട്ടോ. അപ്പോൾ അതിൽ മെയിൻ ഇൻഗ്രീഡിയൻസ് നമ്മുടെ പപ്പായയാണ്. പപ്പായ ഇല എല്ലാവരുടെ വീട്ടിൽ വളപ്പിലും കാണും കേട്ടോ. അപ്പോൾ ഇതിൻ്റെ ഈ നടുക്കത്തെ ഈ ഞെട്ടുണ്ടല്ലോ, അതിനെ കട്ട് ചെയ്ത് കളഞ്ഞിട്ട് നമ്മൾ ഈ പപ്പായ ഇല ജാറിലിട്ട് ഒന്ന് അരച്ചെടുത്തതിൻ്റെ ചാറാണ് ഞാൻ ഇതിൽ വെച്ചിരിക്കുന്നത്, ജ്യൂസ്. അപ്പോൾ ഇതാണ് നമുക്ക് ആവശ്യം. അപ്പോൾ നമുക്കൊരു ബൗളെടുക്കാം. അതിലോട്ട് നമുക്കിതിൽ നിന്ന് ജ്യൂസ് എടുക്കാം. പപ്പായ ഇല അരച്ചതാണ്, ആവശ്യത്തിനെടുക്കുക. അതിനുശേഷം ഇതിൻ്റെ മെയിനായിട്ട് കടലമാവാണ് ഇതിടാനുള്ളത് കേട്ടോ. അപ്പോൾ ഞാൻ 1-2 കരണ്ടി കടലമാവിട്ട് എന്നിട്ട് നമുക്ക് മിക്സ് ചെയ്യാം. അപ്പോൾ ഇതിന് പകരം നിങ്ങൾ വീട്ടിൽ കടലമാവില്ലെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യണമെന്ന് വെച്ചാൽ അരിപ്പൊടി ഇടാം. അരിപ്പൊടിയും നന്നായിട്ട് ബ്രൈറ്റ് ചെയ്യിപ്പിക്കും കേട്ടോ. ഇത് നമ്മളെന്നും തേക്കണം. അപ്പോൾ നിങ്ങൾ ഒരാഴ്ചയെങ്കിലും തേച്ചിട്ട് മാത്രമേ ഇതിൻ്റെ കമൻ്റ് ഇടാവൂ. കാരണം എന്തെന്ന് വെച്ചാൽ ഒരു നേരം തേക്കുമ്പോൾ എല്ലാം പിഗ്മെൻറ്റേഷൻ മാറുമെങ്കിലും ഒരുപാട് നാൾ നമ്മൾ ഉപയോഗിച്ചാലേ നമുക്കതിന് കൂടുതലും ബെറ്ററായിട്ടുള്ള റിസൾട്ട് കിട്ടത്തുള്ളൂ. അതുകൊണ്ടാണ് ഞാൻ പറയുന്നത് ഇതിടാൻ. ഓക്കെ, അപ്പോൾ കടലമാവിട്ടു. ഇനി അടുത്തതായിട്ട് ഇതിൽ ചേർക്കുന്നത് ചോളപ്പൊടിയാണ്, കോൺഫ്ലോർ. അപ്പോൾ ഞാനൊരു 1/4 കരണ്ടി കോൺഫ്ലോർ ഇട്ടു. അപ്പോൾ അത്യാവശ്യം കട്ടിക്ക് നമ്മൾ മുഖത്ത് പുരട്ടാൻ കേട്ടോ. നിങ്ങളുടെ ഫേസിലും നെക്കിലും പിന്നെ ഫുൾ ബോഡിയിലും നമുക്ക് പിഗ്മെൻറ്റേഷൻ മാറാനായിട്ട് തേക്കാം. പിന്നെ കൈമുട്ടിലെ കറുപ്പ്, കാൽമുട്ടിലെ കറുപ്പിലൊക്കെ ഇത് അപ്ലൈ ചെയ്താൽ നന്നായിട്ട് ബ്രൈറ്റനാവും കേട്ടോ. ഇതിപ്പോൾ നമ്മളൊരു വേപ്പില അരച്ചെടുത്തതിൻ്റെ ഒരു കളറല്ലേ. അപ്പോൾ ഇതിൽ വേറെ ഒരു ഇൻഗ്രീഡിയൻസ് കൂടെ ഞാൻ ചേർക്കുന്നുണ്ട്. അത് നമ്മുടെ അലവേരയാണ് കേട്ടോ. അപ്പോൾ ഈ അലവേരയും കൂടി നമുക്ക് മിക്സ് ചെയ്യാം. അപ്പോൾ അത്യാവശ്യത്തിന് നമുക്ക് വേണമെങ്കിൽ ലെമണും ചേർക്കാം. അപ്പോൾ നിങ്ങളുടെ സ്കിന്നിൽ അലർജി ഉണ്ടെങ്കിൽ ലെമണ് നിങ്ങൾ ഒഴിവാക്കുക. ഞാനിപ്പോൾ ഇതിൽ ലെമൺ ചേർക്കുന്നുണ്ട്. അപ്പോൾ ലെമണിൻ്റെ ഇച്ചിരി പോലും ജ്യൂസ് എടുത്തു. അപ്പോൾ ഇത് മൊത്തം ഞാൻ ചേർത്ത് വിട്ടു. അപ്പോൾ എൻ്റെ സ്കിന്നിന് ചേരുന്നതാണ് ലെമൺ കേട്ടോ, ഞാനതുകൊണ്ട് ചേർക്കും. അപ്പോൾ ഇത് രാവിലെ വൈകിട്ടും കുളിക്കണ നേരത്ത് നമുക്ക് വേണമെങ്കിൽ രാവിലെ മുഖം വാഷ് ചെയ്യാനും ഇത് ഇടാം. അതിനുശേഷം ഇത് നന്നായിട്ട് പുറത്ത് തേച്ച് പിടിപ്പിക്കണം. 15-20 മിനിറ്റ് നമ്മൾ ഇത് റെസ്റ്റ് ചെയ്യണം തേച്ചിട്ട്. എന്നിട്ട് മാത്രമേ നമ്മൾ മുഖം വാഷ് ചെയ്യാവൂ, എങ്കിലേ നമുക്ക് റിസൾട്ട് കിട്ടത്തുള്ളൂ. അപ്പോൾ നന്നായിട്ട് കരിവാളിപ്പ് പോവും. കണ്ണിനടിയിലെ മൂക്കിൻ്റെ ചിലപ്പോൾ മൂക്കിൻ്റെ ഈ 2 വശത്തും നമുക്ക് ഒരു കറുപ്പുണ്ടാവുമല്ലോ, മൂക്ക് ഇങ്ങനെ അവസാനിക്കുന്ന സ്ഥലത്ത്. അവിടെ ഈ മൂക്കിൻ്റെ ഈ സ്ഥലങ്ങളിലൊക്കെ അവിടെ ഒരു കറുപ്പുണ്ടാവും. ചില ആൾക്കാർക്ക് ഉണ്ടാവും കേട്ടോ. എൻ്റെ മൂക്കിൻ്റെ അടുത്തുണ്ടായിരുന്നു. ഇനി മൂക്ക് അവസാനിക്കുന്ന സ്ഥലത്ത് കറുപ്പ്, പിന്നെ മൗത്തിന് ചുറ്റും കറുപ്പ്. അതേപോലെ തന്നെ എൻ്റെ കഴുത്ത് നല്ല ഡാർക്ക് അടിച്ചിരുന്നതാണ്. ഞാൻ എൻ്റെ ഇത് തേച്ചപ്പോഴാണ് എനിക്ക് ഇത്തിരി മാറ്റം കഴുത്തിനുണ്ടായത്. അപ്പോൾ ഞാൻ ഡെയിലി ഉപയോഗിക്കാൻ എന്നെക്കൊണ്ട് പറ്റിയില്ലെങ്കിലും എന്നെക്കൊണ്ട് പറ്റുന്ന രീതിക്ക് ആഴ്ചയിൽ 3 ദിവസം ഞാൻ ഇത് ഉപയോഗിക്കുന്നുണ്ട്. എനിക്ക് നല്ല മാറ്റം ഉണ്ട്. അത് വീട്ടുകാർ എൻ്റെ ചേച്ചി അനിയത്തിക്ക് പറഞ്ഞു. ചേച്ചിക്ക് നല്ല മാറ്റം ഉണ്ടെന്ന് എൻ്റെ അനിയത്തി പറഞ്ഞു കേട്ടോ. അപ്പോൾ അവൾ ഇത് ഒരു പ്രാവശ്യം ഉപയോഗിച്ചു. അവൾ കയ്യിലും കാലിലാണ് ഉപയോഗിച്ചത് കേട്ടോ. അപ്പോൾ നല്ല റിസൾട്ട് കിട്ടി അവൾക്ക്. എന്ന് വെച്ചാൽ കയ്യും കാലിലെ ഇരുളിപ്പുണ്ടല്ലോ, നല്ല പിഗ്മെൻറ്റേഷൻ അടിച്ച് കരുവാളിപ്പായിട്ടിരിക്കുന്ന കയ്യും കാലും നമ്മളൊക്കെ വെയിലൊക്കെ കൊണ്ടിട്ട് വരുന്ന സമയമുണ്ടല്ലോ. അപ്പോൾ ഈ കയ്യും കാലിലെ ഈ കരുവാളിപ്പ്, മുഖത്തിലെ കരുവാളിപ്പൊക്കെ മാറ്റാൻ ഇത് നന്നായിട്ട് തേച്ച് പിടിപ്പിച്ചിട്ട് ഒരു 15-20 മിനിറ്റ് മാത്രം നമ്മൾ ശരീരത്തിലിട്ടിരുന്നാൽ മതി. അതിനുശേഷം നമുക്ക് കഴുകിക്കളയാം. പിന്നെ കാലിൽ നമ്മൾ ചെരുപ്പിട്ടതിൻ്റെ ഒരു കറുത്ത അടയാളമൊക്കെ വരത്തില്ലേ, ചില ആൾക്കാർക്കൊക്കെ ഉണ്ട്. കാലിൽ ചെരുപ്പിട്ടതിൻ്റെ അടയാളം ഇങ്ങനെ കറുപ്പായിട്ട് വരും, ആ കാലിൻ്റെ മുകൾ ഭാഗം മാത്രം. അപ്പോൾ ആ ഭാഗത്ത് ഇത് തേക്കാൻ നന്നായിട്ട് അതിൻ്റെ കറുപ്പ് പോകും. ഞാനിപ്പോൾ കാലിലാണിപ്പോൾ 2 ദിവസമായിട്ട് കാലിലും കയ്യിലും മുഖത്തും കഴുത്തിലുമാണ് ഞാൻ ഉപയോഗിക്കുന്നത് കേട്ടോ. അപ്പോൾ എൻ്റെ കാല് നല്ല ഡാർക്ക് അടിച്ചിരുന്നു. ഞങ്ങൾ ഈ വയലിൻ്റെ അടുത്താണ് കേട്ടോ. അപ്പോൾ നമ്മൾ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ പോകുമ്പോൾ ഇത് ചെളിയൊക്കെ ആയാലും ഞാൻ ഇതാണ് ഉപയോഗിക്കുന്നത്. തീർച്ചയായിട്ടും നിങ്ങളിത് ഉപയോഗിക്കണം. എനിക്ക് ഉപയോഗിച്ചപ്പോൾ നല്ല മാറ്റമുണ്ട്. നിങ്ങളും ഇത് ഉപയോഗിച്ച് നോക്കണം.
അപ്പോൾ നമുക്ക് കയ്യിൽ നിന്ന് അപ്ലൈ ചെയ്യാം. ഞാൻ എൻ്റെ കയ്യെ കാണിക്കാം. അപ്പോൾ കയ്യിൽ ഞാൻ അപ്ലൈ ചെയ്യണം കാണിക്കാം. കയ്യിൽ ഇതുവരെ ഞാൻ ഇട്ടതാണ്, ഇട്ടൊരു ദിവസം നോക്കിയതാണ് കേട്ടോ. അപ്പോൾ നന്നായിട്ട് അപ്ലൈ ചെയ്തപ്പോൾ എൻ്റെ കയ്യിലെ പിഗ്മെൻറ്റേഷനൊക്കെ നന്നായിട്ട് മാറി. മുഖത്തും ഞാൻ അപ്ലൈ ചെയ്തത് കയ്യിൽ തേച്ചതിന് ശേഷമാണ്. റിസൾട്ട് ഉണ്ടാവണമെന്ന് നമുക്കറിയണമല്ലോ, ഉണ്ടാവുമെങ്കിൽ. അപ്പോൾ നിങ്ങൾ പാച്ച് ടെസ്റ്റ് ചെയ്തിട്ട് വേണം എന്തെങ്കിലും ചെയ്യുന്നത്. കഴുത്തിൻ്റെ ഈ ഭാഗത്ത് ചൊറിച്ചിലോ വല്ലതോ ഉണ്ടെങ്കിൽ നിങ്ങളിത് ഉപയോഗിക്കരുത്. അല്ലാതെ ഞാൻ ഈ പപ്പായ ഇലയുടെ പറഞ്ഞത് എല്ലാ സ്കിൻ ടൈപ്പുകാർക്കും ശരിയാവണമെന്നില്ല. അപ്പോൾ എനിക്ക് കുഴപ്പമില്ല, എൻ്റെ വീട്ടിലെല്ലാവരും ഇടുന്നുണ്ടത്, അവർക്കൊന്നും കുഴപ്പമില്ല. പക്ഷേ പാച്ച് ടെസ്റ്റ് ചെയ്യണം. പാച്ച് ടെസ്റ്റ് എന്ന് വെച്ചാൽ നമ്മൾ അലർജി ഉണ്ടോയെന്ന് നോക്കുന്ന ടെസ്റ്റാണ്. അത് നിങ്ങൾ ചെയ്യണം തീർച്ചയായിട്ടും. കഴുത്തിൻ്റെ ഒരു ഭാഗത്ത് താഴെയോ മുകളിലോ തേച്ച് നോക്കുക. ചൊറിച്ചിലുണ്ടെങ്കിൽ നിങ്ങൾ അതൊരിക്കലും ഉപയോഗിക്കരുത്. ഇനി എത്ര വലിയ ആൾക്കാർ സ്കിൻ കെയർ പറഞ്ഞാലും നിങ്ങളതൊരിക്കലും പിന്നെ അത് മുഖത്ത് ഉപയോഗിക്കരുത്. നമ്മുടെ സ്കിന്നിലാണെങ്കിൽ നമുക്ക് പെട്ടെന്ന് മാറും, എന്നാൽ മുഖത്ത് വരുന്നത് അത് ഏത് രൂപത്തിൽ വരണമെന്ന് നമുക്കറിയാൻ പറ്റില്ല. ചില ആൾക്കാർക്ക് തടിപ്പുണ്ടാവും, നീരുണ്ടാവും, ചൊറിച്ചിലുണ്ടാവും. അപ്പോൾ നമ്മുടെ സ്കിന്നിനെ നമ്മളാണ് നോക്കാനുള്ളത്. അപ്പോൾ പാച്ച് ടെസ്റ്റ് ചെയ്തിട്ട് മാത്രം നിങ്ങൾ ഉപയോഗിക്കുക. അപ്പോൾ നമുക്ക് ഒരു 15 മിനിറ്റ് ഇത് കയ്യിലൊക്കെ തേച്ച് ഇങ്ങനെ ഇരിക്കാം. ഓക്കെ. അപ്പോൾ 15 മിനിറ്റ് കഴിഞ്ഞിട്ട് നമുക്കിത് ഉണങ്ങുമ്പോൾ നമുക്ക് ഇത് കഴുകി ഞാൻ ഇതിൻ്റെ റിസൾട്ട് കാണിക്കുന്നതായിരിക്കും. അപ്പോൾ ഇവിടെ ഇപ്പോൾ മഴയൊക്കെ കുറവുണ്ട് കൂട്ടുകാരെ. നിങ്ങളുടെ നിങ്ങളുടെ സ്ഥലത്തൊക്കെ മഴയുണ്ടെങ്കിൽ നിങ്ങളൊന്ന് കമൻറ്റ് ചെയ്യണം കേട്ടോ. ഇവിടെ മഴയൊക്കെ ഇപ്പോൾ ശമനം വന്നിട്ടുണ്ട്. ചെറുതായിട്ടൊന്ന് മഴ ചാറി അങ്ങ് പോയി ഇന്നലെ രാത്രി. പക്ഷേ ഇവിടെ ഇപ്പോൾ നല്ല വെയിലാണ്. ഞാൻ കുറേ തുണിയൊക്കെ കഴുകിയിട്ടു. ഭാഗ്യത്തിന് നല്ല വെയിലുണ്ട്. അപ്പോൾ ഈ പപ്പായയിൽ കാണപ്പെടുന്ന എന്തെന്ന് വെച്ചാൽ ഇവിടെയെന്ന് വെച്ചാൽ നമ്മൾ ഈ ഗ്രാമങ്ങളുണ്ടല്ലോ, ഇപ്പോൾ എല്ലായിടത്തും പൊതുവെ കാണും, എന്നാലും ഗ്രാമപ്രദേശങ്ങളിലാണ് കൂടുതലും കാണപ്പെടുന്നത്. ഇനി അഥവാ ഇല്ലെങ്കിൽ അയൽപ്പക്കത്തിൽ നിന്ന് ഒരു ഇല വാങ്ങിക്കൊണ്ട് വന്ന് നിങ്ങളിത് ഫേസ് പാക്കാക്കി മുഖത്ത് തേച്ച് നോക്കണം. അപ്പോൾ ഒരു നാണക്കെടും വിചാരിക്കേണ്ട, അയൽപ്പക്കത്ത് ചോദിച്ചാൽ തരില്ലേ ഒരു ഇലയല്ലേ, പപ്പയ്ക്കല്ലേ. അപ്പോൾ ഇതൊന്ന് ഉണങ്ങിയ ശേഷം നമുക്കിത് ഒന്ന് വാഷ് ചെയ്യാം. ഇപ്പോൾ ഒരു 10 മിനിറ്റ് ആയിട്ടുണ്ട് കേട്ടോ ഇട്ടിട്ട്. ഇനി ഒരു 5 മിനിറ്റും കൂടി ഇരിക്കട്ടെ, ഒന്ന് നന്നായിട്ട് ഡ്രൈ ആയിട്ട് നമുക്ക് കഴുകി നോക്കാം. അപ്പോൾ നിങ്ങൾ ഈ അരിപ്പൊടിയായിട്ട് ഇത് ചേർത്താലും നല്ലതാണ് കേട്ടോ. കടല ഇല്ലാത്തവർ അരിപ്പൊടി അല്ലെങ്കിൽ ഇപ്പോൾ ചോളപ്പൊടി, കടല ഉണ്ടല്ലോ, നമ്മൾ കടല ഇല്ലാത്തൊരു വീട്ടിൽ കഴിക്കാനായിട്ട് കടല വാങ്ങുകയാണ്, വെള്ളക്കടല കറുത്ത കടലയൊക്കെ വാങ്ങൂലേ, അത് ഇത്തിരി പോലെ സോക്ക് ചെയ്യണം. കുതിർത്തിട്ട് ഒരു അരമണിക്കൂർ കുതിർത്തായിട്ട് ഇടുമ്പോൾ അതിൻ്റെ തൊലിയൊക്കെ ഇളക്കി കളഞ്ഞിട്ട് അതിനെ മിക്സി ജാറിലിട്ട് ബ്ലെൻഡ് ചെയ്ത് നന്നായിട്ട് കുഴമ്പ് രൂപത്തിലാക്കി എടുത്തിട്ട് ഈ നമ്മുടെ ഈ ഇലയുടെ നീരും കൂടെ ഒന്ന് പിഴിഞ്ഞെടുത്ത് അതിൽ ചേർത്ത് നമ്മൾ തേക്കുകയാണെങ്കിൽ അങ്ങനെയും കടലമാവ് നമുക്ക് ഉണ്ടാക്കാമല്ലേ. അതാണ് ഞാൻ ഫസ്റ്റിലെ അങ്ങനെയാണ് ചെയ്തത് കേട്ടോ. എൻ്റെ വീട്ടിൽ കടലമാവ് പൊടി വാങ്ങിയതില്ലായിരുന്നു. അപ്പോൾ ഞാൻ ഈ വീട്ടിൽ വാങ്ങുന്ന കടല അതിനെ കുതിർത്തിട്ട് അതിന് ഞാൻ ഈ പപ്പായയുടെ ഇലയുടെ നീരൊഴിച്ച് അങ്ങനെ അപ്ലൈ ചെയ്ത് നോക്കിയപ്പോൾ നല്ല റിസൾട്ട് കിട്ടി. അപ്പോൾ കടലമാവ് ഇല്ലാത്തവർക്കൊക്കെ അങ്ങനെ ചെയ്യാൻ കിട്ടും. ഇത് പയറുപൊടിയിലും ഇടാം. നന്നായിട്ട് പിഗ്മെൻറ്റേഷൻ നമുക്ക് മുഖത്തുനിന്ന് മാറ്റാൻ ഈ പയറുപൊടി ധാരാളം ഫലം ചെയ്യും നന്നായിട്ട്. എന്ന് വെച്ചാൽ നന്നായിട്ട് ഇപ്പോൾ തമിഴ് ചാനലിലൊക്കെ നമ്മുടെ യൂട്യൂബ് ചാനൽ തുറന്നു നോക്കിയാൽ അതിൽ പയറിൻ്റെതാണ് ഒരുപാട് കാണിക്കുന്നത്. അപ്പോൾ പയറൊക്കെ ഇതിന് നല്ല ബെസ്റ്റാണ്. ഈ പപ്പായ ജ്യൂസിൻ്റെ കൂടെ ചേർത്ത് നമുക്ക് പയർ ഉപയോഗിക്കാം. പിന്നെ നിങ്ങൾക്ക് വല്ല സംശയമൊക്കെ ഉണ്ടെങ്കിൽ എനിക്ക് കമൻറ്റ് ചെയ്യുക. എനിക്ക് അറിയാവുന്ന കാര്യമാണെങ്കിൽ നിങ്ങൾക്ക് പറഞ്ഞു തരുന്നതായിരിക്കും കേട്ടോ ഗൈസ്. അപ്പോൾ നമുക്ക് കൈ കഴുകാം കേട്ടോ. അപ്പോൾ നമുക്ക് കൈ ഒന്ന് കഴുകാം. 15-20 മിനിറ്റ് ആയിട്ടു. അപ്പോൾ റിസൾട്ട് നല്ല റിസൾട്ടാണ്. എൻ്റെ കയ്യിൽ പെട്ടെന്ന് വെയിലൊക്കെ കൊള്ളുമ്പോൾ ഉണ്ടല്ലോ, പെട്ടെന്ന് എനിക്ക് ടാനടിക്കുന്ന ഒരു പ്രകൃതമാണ്. അപ്പോൾ ഞാൻ ഇങ്ങനെയുള്ള ടിപ്സുകളൊക്കെ കൊണ്ടാണ് നിൽക്കുന്നത്. ഞാനങ്ങനെ ക്രീമുകൾ ഉപയോഗിക്കുന്ന ആളല്ല കേട്ടോ. അതാണ് ഞാൻ ക്രീമിൻ്റെ ഒരു വീഡിയോ ഇടാത്തത്. ചെറുതായിട്ടൊക്കെ ഉപയോഗിക്കും ക്രീം, എന്നാൽ ഇത് ഞാൻ അല്ലാതെ ഉപയോഗിക്കാറില്ല. അപ്പോൾ ഞാൻ തുടച്ച് കാണിക്കാം.
അപ്പോൾ ഗൈസ് നിങ്ങൾ നോക്കിയേ, എൻ്റെ കയ്യിൽ ഇതാ ഇതുവരെ നല്ല അന്നിട്ടപ്പോഴും നല്ല ഇതുണ്ടായിരുന്നു. നന്നായിട്ടതേ ഈ ഡിഫറൻസ് നോക്കിക്കേ, ഈ വലത്തെ കൈയും ഈ ഇടത്തെ കൈയും തമ്മിലുള്ള ഡിഫറൻസ് നോക്കിക്കേ. തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഉപകാരപ്പെടുന്ന ഒരു ഫേസ് പാക്കാണിത്. അപ്പോൾ ബൈ.